ഹലോ, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എങ്ങനെയാണ് സൺഡേ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം തന്നെ പള്ളിയിലേക്കാണ് പോണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി, സെയിൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച്. ഇവിടെ കഴിഞ്ഞ 23 years ആയിട്ട് ഞാൻ ഈ പള്ളിയിലേക്കാണ് വരുന്നത്. സാധാരണ ഈ മോർണിംഗ് ടൈമിൽ ഇവിടെ നല്ല തിരക്കും ബഹളമാണ് ഉള്ളത്. പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് കാറ്റക്കിസം ഇല്ലാത്ത കാരണം ഇവിടെ നല്ല ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. ഈ പള്ളി ഉണ്ടാക്കിയിട്ട് more than 50 years ആയിട്ടുണ്ട്. ഇവിടെ പല നാഷണാലിറ്റീസിൻ്റെയും കുർബാന നടക്കാറുണ്ട്. അതേപോലെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട്. ഇവിടെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കൊങ്കണി, ഫ്രഞ്ച്, അറബിക്, ഉറുദു, സിൻഹലീസ്, പിന്നെ ഫിലിപ്പിനുകളുടെ ഒക്കെ കുർബാന ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ കുർബാന കഴിഞ്ഞ് കുറച്ചു നേരം ഇവിടെ പ്രാർത്ഥിച്ചിരിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ അടുത്തത് അറബിക് കുർബാനയായ കാരണം നമ്മൾ അവർക്ക് പള്ളി ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഏകദേശം 10 to 12 കുർബാനയാണ് സൺഡേ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പള്ളി നടത്തുന്ന ക്യാൻറ്റീനിലേക്ക് പോവാം. നമ്മൾ ആക്ച്വലി 2 ഇഡ്ഡലിയും ചട്നിയും പിന്നെ ചുക്ക് കാപ്പിയും കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ എന്തായാലും ഇവിടെ തിരക്കില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഇവിടെ നോർമലി കുർബാന കഴിഞ്ഞ നേരത്തൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്, അത് കാരണം നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റി. സീസേഴ്സ് റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്കാരാണ് ഈ ക്യാൻറ്റീൻ ഇവിടെ നടത്തുന്നത്. ഇവരുടെ ഫുഡും ബേക്കറി ഐറ്റംസൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ പള്ളിയിലും ഇവരുടെ പ്രൈസൊക്കെ റീസണബിൾ ആണ്. അപ്പോൾ മിക്ക ആൾക്കാരും കുർബാന കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോവാറ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വടപ്പാവും കോഫിയാണ് മേടിച്ചത്. അത് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ഒക്കെ ഇത് തന്നെയാണ് കൂടുതൽ മേടിക്കാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സമോസയും മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വടപ്പാവൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ പള്ളിയുടെ മെയിൻ എൻട്രൻസ്. ഇപ്പോൾ ഇവിടെ അടുത്ത ജാനുവരിയിൽ ഫാമിലി ഫെസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണിത്. പള്ളിയുടെ 2 സൈഡിൽ കൂടി നമുക്ക് പള്ളിയിലേക്ക് കയറാം. ഇതാണ് മാതാവിൻ്റെ ഗ്രോട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ അവിടെ ക്യാൻഡിൽസ് കത്തിക്കാനുള്ള സ്ഥലം. പള്ളിക്ക് ഹാളും സ്കൂളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിക്കാൻ അങ്ങ് കുറേ കൂടി സമയം പോകും. അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോവാം. അങ്ങനെ പള്ളിയിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഭക്ഷണവും കഴിച്ചു. ഇതിൽ പെട്രോൾ ഇല്ല, അപ്പോൾ നമുക്ക് പെട്രോൾ പമ്പിലേക്ക് പോവാം. ഇനി നമ്മൾ എങ്ങനെയാ പോണേ പപ്പേ? Ikea. അപ്പൊ ഞാൻ ഐക്കിയയിൽ കാണാം. ഇതാ നീല കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ ഐക്കിയ. ഐക്കിയയുടെ ദുബായിൽ ഫെസ്റ്റിവൽ സിറ്റിയുടെ മോളിലാണുള്ളത്. ഐക്കിയ ഒരു വലിയ ലോകം തന്നെയാണ്. ഇവിടെ പോയാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും എന്ത് മേടിക്കണം എന്ന്. ഇവിടെ അത്രയ്ക്കധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇവിടെ പല റേഞ്ചിലുള്ള സാധനങ്ങൾ കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 1.5 hours സ്പെൻഡ് ചെയ്യാൻ പറ്റും. 2 o'clock ആകുമ്പോഴേക്കും നമുക്ക് നേരെ സിറ്റി സെൻറ്ററിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 20 dirhamsൻ്റെ ഉള്ളിൽ നമ്മുടെ കിച്ചനായിട്ട് ബന്ധമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് ഐക്കിയയുടെ എൻട്രൻസ്. ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഓൾറെഡി ചെയ്തു തുടങ്ങി. ഇതാ ഉള്ളിലും ഫുൾ ക്രിസ്മസ് ഐറ്റംസ് വന്നു തുടങ്ങി. ഇതാ കിച്ചൻ ടൗൽസിന് 11 dirhams, പിന്നെ അത് വലിയ ഗ്ലാസ്സിന് 7 dirhams. ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയും പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. നമ്മളിവിടെ ഒന്നും അധികം നിൽക്കണില്ല. നമ്മൾ ഡയറക്റ്റ് കിച്ചൻ ഐറ്റംസിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. ഇതാ ജോസഫ് ട്രോളിയൊക്കെ ആയിട്ട് എത്തി. ഈ ബോൾസിനൊക്കെ ജസ്റ്റ് 5 dirhams അല്ലോ. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇത് കണ്ട ഒരു വീക്ക്നെസ്സാണ്. പിന്നെ അത് കൊടുക്കണ കാശിനും വേർത്താണ്. അത്യാവശ്യം നല്ലോണം സാധനങ്ങളും കൊള്ളു ഇതിൻ്റെ ഉള്ളിൽ. ഇത് പാക്കറ്റ്സൊക്കെ സീൽ ചെയ്യുന്ന ക്ലിപ്സാണ്. ഇത് 30 പീസസിന് 7 dirhams. ഇത് മീറ്റ് അടിച്ച് പരത്താനുള്ള ഹാമർ 19 dirhams. ഇത് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സാണ്. മൈക്രോവേവിലൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് ഗാർലിക് പ്രസ്സാണ്. പക്ഷേ ഇത് 29 dirhams ആണ്.
വേറെ ഞാൻ ഇവിടെ ഓൾറെഡി 19 ദിർഹംസിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കട്ടെ. ഇതൊക്കെ ബിലോ 20 ദിർഹംസ് ആണ്. ഇതിൽ കുറേ സാധനങ്ങളൊന്നും എനിക്ക് തന്നെ അറിയില്ല. പിന്നെ കുറേയൊക്കെ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ യൂസ്. ഇത് 19 ദിർഹംസിൻ്റെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ക്രഷ് ആയിട്ട് പുറത്ത് വരും. ഇത് കുപ്പികളുടെ കോർക്ക് തുറക്കാത്തത്. ഇത് പുഴുങ്ങിയ ഉരുളൻകിഴങ്ങൊക്കെ പൊടിക്കുന്ന സാധനമാണ്. ഇതിന് 39 ദിർഹംസ്. അപ്പം നമുക്കത് വേണ്ട. ഇത് കത്തി മുറിച്ചാക്കുന്നത് പക്ഷേ 45 ദിർഹംസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബഡ്ജറ്റ് ഓൺലി ബിലോ 20 ദിർഹംസ് ആണ്. അപ്പോൾ ഇതും നമുക്ക് വേണ്ട. ഇത് ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ്. ഈ റൗണ്ട് വൺ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മേടിച്ച് നോക്കാം. ഇത് രണ്ടെണ്ണത്തിന് 15 ദിർഹംസ്. ഈ സിലിക്കോൺ സ്പാച്ചിലൊക്കെ നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഈ 3 പീസിൻ്റെ സെറ്റും നോൺ സ്റ്റിക്കിന് നല്ലതാണ്. ഇത് ക്യാൻ ഓപ്പണറാണ്, പക്ഷേ അബൌട്ട് 20. ഇത് ഫണൽ, സ്ലൈസർ, പീലർ അതൊക്കെയാണ്. ഇതൊക്കെ ബിലോ 20 ആണ്. ഇത് ജാർ ഓപ്പണറാണ്. ഇതും നല്ല സാധനമാണ്. ഇപ്പം നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനൊക്കെ തിരിച്ചിടണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. ഇത് കാണാൻ നല്ല ഭംഗിയില്ല ബോളിലെ. ഇതിൻ്റെ വില കാണാനില്ല. ഇത് നമ്മുടെ കുട്ടി ബോൾസ്. ഇതും ജസ്റ്റ് 3 ദിർഹംസ്. ഇത് നല്ല വലിയ പിസ്സ പ്ലേറ്റ് ആണ്. ഇത് 9 ദിർഹംസേ ഉള്ളൂ. ഇതൊരു സ്മാർട്ട് ക്ലിപ്പാണ്. ഇത് നമ്മുടെ കോൺഫ്ലേക്സിൻ്റെ കവറൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലപ്പോൾ അത് തന്നെ തുറന്നിട്ട് എടുക്കാം. എന്നിട്ട് തിരിച്ച് അത് തന്നെ അടച്ചു വെച്ചാൽ മതി. ഇതേപോലെ. ഇത് കുട്ടികളുടെ സ്നാക്ക് ബോക്സ് ആണ്. ഇതിൻ്റെ താഴെ ഫ്രൂട്ട്സ് ഒക്കെ കഴുകി സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റും. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോൾസ് പല സൈസിലും അതേപോലെ തന്നെ പല റേറ്റിലും ഉണ്ട്. ഇതിപ്പോൾ 17 ദിർഹംസിൻ്റെയാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബോളാണ്. ഇത് സ്പൂണും ഫോക്കും ഒക്കെ കഴുകി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഹോൾഡറാണ്. ഇത് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ള വിസ്കാണ്. വുഡൻ സ്പാച്ചുല. ഇതൊക്കെ ബിലോ 10 ആണ്. ഇത് സിലിക്കോണിൻ്റെ മൂടിയാണ്. ഇത് ഇതേപോലത്തെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ആവും. പിന്നെ മൈക്രോവേവ് സേഫാണ്. ഇത് പാത്രങ്ങൾ കഴുകിയിട്ട് ഉണങ്ങാനായിട്ട് വെക്കുന്ന ഒരു മാറ്റാണ്. ഇത് 3 കളേഴ്സിലുണ്ട്. ഇത് നല്ലൊരു സാധനമാണ്. നമ്മുടെ കിച്ചൺ ഡ്രോയിലൊക്കെ വെച്ചിട്ട് സ്പൂൺസും ഫോക്സൊക്കെ അതിൽ നന്നായി ഓർഗനൈസ് ചെയ്ത് വെക്കാം. നല്ല അടിപൊളി യൂട്ടൻസിൽസ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ നല്ല സാധനമാണ്. അങ്ങനെ ഇനിയും കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ നമുക്കിനി സമയമില്ല. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഷോപ്പിംഗ് നിർത്തിയിട്ട് പോവാം. ഇവിടെയൊക്കെ നിറയെ ക്രിസ്മസ് ഐറ്റംസാണ്. ഇവിടെ പലരും വീട് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോവുക. ഈവൻ നാട്ടിൽ വീട് വയ്ക്കുമ്പോൾ അവർ ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. ഇത് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ജോസഫിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ആൾക്കാർ ട്രോളിയൊക്കെ നിറച്ച് കൊണ്ടുപോവുക. ഇവിടെ നമ്മൾ മിക്ക സമയത്തും വന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് എടുത്തിട്ട് പോവും. പിന്നെ ഇവിടെ മുകളിലത്തെ ഫ്ലോറിൽ പല റൂംസിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്. അത് പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. ഇവിടെ ജോസഫിന് അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഐക്കിയ പോയി വന്നു. നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം അല്ലപ്പേ. അപ്പോൾ ഇനി നമ്മൾ സിനിമയ്ക്ക് പോവാണ്. നമ്മൾ ജയ് 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 എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതിന് പോവാണ്. അപ്പോൾ അത് ദേര സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മൾ വിശക്കണമൊന്നുമില്ല. അവിടെ എത്തിയിട്ട് വിശക്കുകയാണെങ്കിൽ ആദ്യം അത് കഴിക്കും, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഓക്കേ.
ഇതാണ് ദേര സിറ്റി സെന്റർ. ഇനി നമുക്ക് തിയേറ്ററിന്റെ അവിടേക്ക് പോവാം. നമ്മുടെ സിനിമയുടെ പടം എവിടെ? ദേ ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ ജയ് 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 കാണാനായിട്ട് നമ്മൾ തിയേറ്ററിലെത്തി. സിനിമ 2 മണിക്കാണ്. ഞങ്ങളിവിടെ ഏകദേശം 1:35 കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ചുറ്റിക്കറങ്ങി സമയം സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കില്ല. എന്തെങ്കിലും സിനിമ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു വിശേഷം ഒന്നും പറയാത്തപ്പേ. ഇനി നമുക്ക് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇത് ആരാ അഭിനയിക്കണേ? ഇത് ബേസിലും ദർശിനിയാണ് അഭിനയിക്കുന്നത്. കുറേ പേര് കണ്ടിട്ടുണ്ടാവും. നല്ല സിനിമയെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ കാണാൻ വന്നേക്കണേ. നല്ല തമാശയെന്നൊക്കെ കേട്ടെ. അപ്പം നമുക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാം. ആസ് യൂഷ്വൽ സെൽഫി ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലല്ലോ. പിന്നെ ആളും അടുത്തപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം അതിൻ്റെ അടുത്തുള്ള ഒരു വെർജിൻ സ്റ്റോറിൽ കയറി. സിനിമയ്ക്ക് സമയമായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിയേറ്ററിലേക്ക് കയറി. സിനിമ കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. കുറേ കാലമായി KFCയും ബർഗറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചു. അതിനുശേഷം അവിടെ കുറച്ചും കൂടി നേരം കറങ്ങി. എല്ലാ കടകളിലും ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ടയേർഡായപ്പോൾ തിരിച്ചു പോന്നു. ഹലോ, തിരിച്ചു പോവാണ്. അപ്പോൾ പുറത്തൊക്കെ ഇരുട്ടായി, അത്യാവശ്യം സമയമായി, 6:30 ഇവിടെ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് പറയാം. നല്ല തിരക്കാണ് റോട്ടിൽ. അപ്പോൾ അങ്ങനെ
അപ്പം നമ്മളിന്ന് ചെയ്ത ഷോപ്പിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 പിസ്സ പ്ലേറ്റ് മേടിച്ചു, 2 3 ദിർഹംസിൻ്റെ ചെറിയ ബോൾ മേടിച്ചു, 2 5 ദിർഹംസിൻ്റെ ബോൾ മേടിച്ചു, 2 സൈഡ് പ്ലേറ്റ്, പിന്നെ നമ്മുടെ സ്റ്റീൽ ബോള്. ഈ പ്ലേറ്റ്സും ബോൾസൊക്കെ ഓൾറെഡി വീട്ടിലുണ്ട്, എന്നാലും ഡെയിലി യൂസിന് പറ്റിയതായ കാരണമാണ് വീണ്ടും മേടിച്ചത്. ചൂടുള്ള പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ്, നമ്മുടെ സിലിക്കോൺ ലിഡ്, കവറ് മൂടാനുള്ള സ്മാർട്ട് ക്ലിപ്പ്, വുഡൻ സ്പാച്ചുല. ഇത് 7 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. സിലിക്കോൺ സ്പാച്ചുല. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ കുറേ കളർ ഉണ്ട്, പക്ഷെ വൈറ്റ് ഇല്ല, അപ്പോൾ അതാണ് മേടിച്ചത്. ഇത് വലിയൊരു ഗ്ലാസ്സാണ്, അപ്പോൾ നമുക്കിതിൽ വല്ല ഷേക്കോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, സീൽ ക്ലിപ്സ്. പക്ഷേ ഇത് നല്ല യൂസ്ഫുള്ളാണ്, അപ്പോൾ ഞാൻ ഒരു പാക്കറ്റും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഇതേപോലെ ക്ലിപ്പ് തുറന്നിട്ട് കവർ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഷോപ്പ് ചെയ്തത്. ഇതെല്ലാം വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, അതേപോലെ വിലയും കുറവാണ്. നിങ്ങൾക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 7:30 ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തി. പിന്നെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ആദ്യം കുളിച്ചു, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ സിനിമയിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല, അവിടെ നല്ല തിരക്കും ബഹളമായിരുന്നു. അപ്പോൾ അത് കാരണമാണ് പറയാൻ. സിനിമ അടിപൊളിയായിരുന്നു, കുറേ ചിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. തിയേറ്ററിലൊക്കെ നല്ല ചിരിയും നല്ല ബഹളമായിരുന്നു ആൾക്കാർ. പിന്നെ നല്ലൊരു സെറ്റയറാണ്, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ പറ്റുകയാണെങ്കിൽ പോയി കണ്ടോളൂ. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. രാവിലെ 9:30 ആയപ്പോൾ ഇറങ്ങിയതായിരുന്നു, പിന്നെ ഏകദേശം 7:30 ആയപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ പൊതുവേ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, സൺഡേ ദിവസമാണ് കറങ്ങാൻ പോവാറ്. ബാക്കി ദിവസങ്ങളിലൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ദിവസം കുറേ കറങ്ങിങ്ങനെ നടക്കും. എന്നും എല്ലാ സൺഡേ സിനിമയൊന്നും കാണാൻ പോയില്ല കേട്ടോ, ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിനെ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.